അവിടുത്തെ തോളിൽ ചാരി കിടക്കുന്ന ആ ഒരു ബോധ്യത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ആശ്രയബോധം എന്ന് പറയുന്നത്. യോഹന്നാൻ ഈശോയുടെ വക്ഷത്തിൽ ചാരിക്കിടന്നതുപോലെ, വിശുദ്ധന്മാരൊക്കെ അവരുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ ശരണപ്പെട്ടതുപോലെ, പരിശുദ്ധ കന്യകാമാതാവ് ദൈവത്തിൽ ശരണപ്പെട്ടതുപോലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൽ അവൾ ശരണപ്പെട്ടതുപോലെ, നമ്മൾ ശരണം വയ്ക്കുന്നതിനെയാണ് കർത്താവിൽ നീ ആശ്രയിച്ചു എന്ന് പറയുന്നത്. എന്നാൽ അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു എന്ന് പറയുന്നത് ഈ ശരണം മാത്രം പോരാ, മറ്റെല്ലാ പുണ്യങ്ങളും അഭ്യസിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവത്തിൻ്റെ ആ ചുറ്റുവട്ടത്ത് നമ്മൾ ജീവിക്കുന്നതിനെയാണ് അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു എന്ന് പറയുന്നത്. അത്യുന്നതനിൽ നമ്മൾ